ശിവ ശിവ, എന്താ ഈ കാണണേ? കൃഷ്ണ ഗുരുവായൂരപ്പ, എന്താ ഇത്? വിഷ്ണു ഭഗവാൻ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുന്നതാണോ എന്ന് തോന്നുന്ന ചില കാഴ്ചകളാണല്ലോ. പിന്നെ ഉണ്ടല്ലോ, ഈ ലോകത്ത് എവിടെ നോക്കിയാലും ഇതൊക്കെയാ ഇപ്പൊ കാണുന്നത്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ, ലോകത്തുള്ളവർക്ക് അറിയില്ലല്ലോ സംഘികൾ വേറെ ഹിന്ദുക്കൾ വേറെ എന്ന്. അതുകൊണ്ട് ഇൻവേർട്ടഡ് കോമയിൽ പറയുകയാണെ ഹിന്ദു സംഘി ഇന്ത്യയിൽ എന്തൊക്കെയോ വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട്, ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നതാണല്ലോ, കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, നടുപ്പുറം പൊളിയുന്ന പോലെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ഈ ദൃശ്യം കാണും ആരുടെ മനസ്സിൽ ആദ്യം വരുന്ന സംഗതി അങ്ങനെ ആയിരിക്കും. എന്ന സംഗതി ഇത് അതൊന്നും അല്ല, വേറെയാണ്, വേറെ. അല്ല, ബൈ എന്താ ഈ കൊടുത്ത കൊല്ലത്തും കിട്ടുന്നുള്ള പഴഞ്ചൊല്ലിന്റെ അർത്ഥം? വായ തോന്നിയത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാ എങ്ങനെ ഈ പഴഞ്ചൊല്ല് വന്നത്, എങ്ങനെ ഇതിന്റെ അർത്ഥം കിട്ടിയ, എവിടെ കൊടുത്തതാ കൊല്ലത്ത് കിട്ടിയേ? അറിയാവുന്നവരൊന്ന് കമന്റ് ഇടണേ. അപ്പൊ പറഞ്ഞു വന്നത്, ഡൽഹിയിൽ കൊടുത്തത് കംബോഡിയയിൽ കിട്ടിയെന്നാണ്. കംബോഡിയ അതിർത്തിയിൽ ഒരു വിഷ്ണു പ്രതിമ തകർത്ത സംഭവത്തിൽ ഇന്ത്യ തായ്ലൻഡിനോട് കടുത്ത ഭാഷയിൽ പ്രതിഷേധിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംബോഡിയയും തായ്ലൻഡും തമ്മിൽ ജൂലൈയിൽ തുടരുന്ന ഒരു യുദ്ധം, അതിന്റെ ഇടെയാണ് കംബോഡിയയിൽ സ്ഥാപിച്ച ഒരു വിഷ്ണു പ്രതിമ തായ് സൈന്യം തകർക്കുന്നത്. ഇത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നും ഇനി ആവർത്തിക്കാൻ പാടില്ലെന്നുമാണ് ഇന്ത്യ പറയുന്നത്. എന്താ അങ്ങനെ ഒരു ടോക്ക്? ഏത് വിശ്വാസികളുടെ വികാരമാണ് ഇത് വ്രണപ്പെടുത്തിയതാവോ? ചോദിക്കാൻ കാര്യം എന്താ അറിയോ? ബാബറി മസ്ജിദ് തകർത്തതിനെ ഇന്ന് വരെ ഇവിടെ ആരും അപലപിച്ചിട്ടില്ല, കുറ്റവാളികളെ ശിക്ഷിച്ചിട്ടില്ല. പകരം അത് സ്വാഭിമാൻ ദിവസമായിട്ട് ആചരിക്കുക. ക്രിസ്മസ് കരോളുകളെ പോലും വെറുതെ വിടാതെ തല്ലി പൊളിച്ച് എന്താ പറയാ, സിമെന്റിൽ തീർത്ത ക്രിസ്മസ് പപ്പേനെ വരെ പൊളിച്ചിട്ടിരിക്കുക. ആരുടെയും വികാരം വ്രണപ്പെട്ടിട്ടില്ല. അങ്ങനെയൊന്നും വ്രണപ്പെടാത്ത എന്ത് വികാരാണ് ഇപ്പോ ഈ സാധനം കണ്ടപ്പോ വ്രണപ്പെട്ടത്? അതൊക്കെ പോട്ടെ, ഇവന്മാര് തന്നെ ഡൽഹിയിൽ ഒരു ക്ഷേത്രം പൊളിച്ചില്ലേ? RSS മന്ദിരത്തിന്റെ പാർക്കിങ്ങിനായി BJP സർക്കാർ ഭരിക്കുന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ജണ്ടേവാലയിൽ വർഷങ്ങൾ ക്ഷേത്രമുള്ള ഒരു പഴയ ക്ഷേത്രം പൊളിച്ചു മാറ്റിയതായിട്ട് ABP ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്ത്. ദേ ഇങ്ങോട്ട് നോക്കിയേ, ആ ക്ഷേത്രം പൊളിക്കുന്ന ദൃശ്യമാണ്. ഇത് കണ്ടിട്ട് ആരുടെയും വികാരം വ്രണപ്പെട്ടില്ല. सिर्फ और सिर्फ RSS को पार्किंग चाहिए, सिर्फ पार्किंग के चक्कर में इस मंदिर को तोड़ा जाता है। क्या सही है? 1400 साल पुराना मंदिर सिर्फ पार्किंग के लिए तोड़ा जा रहा है। ശരിക്കും എന്താണ് തായ് കംബോഡിയ അതിർത്തിയിൽ നടന്നതെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഡിസംബർ 22-നാണ് വിഷ്ണു പ്രതിമ തകർക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. കംബോഡിയയും തായ്ലൻഡുമായി കുടുംബിരി യുദ്ധം നടക്കുകയാണ്. അതിനിടയിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ കംബോഡിയ അവരുടേതാണെന്ന് പറയുന്നു, തായ്ലൻഡ് തങ്ങളുടേതാണെന്ന് പറയുന്ന തർക്കഭൂമിയിൽ അതിർത്തി പ്രദേശത്ത് കംബോഡിയ സ്ഥാപിച്ച വിഷ്ണു പ്രതിമ തായ് പട്ടാളക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റി. ഈ ദൃശ്യങ്ങൾ വൈറലായതോടെ ഇവിടെ ചിലരുടെ വികാരം വ്രണപ്പെടാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് സംഘികളുടെ വികാരം വ്രണപ്പെട്ടു. ഹിന്ദുവിന്റെ വികാരം ഒന്നും വ്രണപ്പെട്ടതായി ഞാൻ കണ്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തായാലും ഹിന്ദു ആയ എന്റെ വികാരം വ്രണപ്പെട്ടില്ല. എന്താ കാരണം? ഇതൊരു ദൈവപ്രതിഷ്ഠയല്ല, അതൊരു അലങ്കാര ശില്പമാണ്. കാണുമ്പോൾ നമുക്ക് വിഷ്ണു തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ലത് സംഗതി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എഴുത്തുകാരനും അക്കാദമിക് സ്കോളറുമായ ഡോക്ടർ TT ശ്രീകുമാർ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ഇക്കാര്യം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഏറെ കാലം ഗവേഷകനും അധ്യാപകനുമായി പ്രവർത്തിച്ച TT ശ്രീകുമാറിന് ഈ പ്രദേശത്തെയും സംസ്കാരത്തെയും കുറിച്ച് ആഴത്തിൽ ധാരണകളുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആ വിഷ്ണുവും നമ്മളും തമ്മിൽ എന്താണെന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് ആരംഭിക്കുന്നത്. അതെ, അതിനെയാണ് പ്രധാന ചോദ്യം. ഈ വിഷ്ണു വകയിൽ നമ്മളുടെ ആരെങ്കിലും ആണോ? അതല്ലേ ചോദ്യം. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ അദ്ദേഹം എഴുതുന്നു, വിഷ്ണു ശില്പം തായ്ലൻഡ് പൊളിച്ചു മാറ്റിയ സംഭവത്തിൽ ഇന്ത്യ കഴിഞ്ഞ ദിവസം ആശങ്ക രേഖപ്പെടുത്തി. അത് 2014 സ്ഥാപിച്ച ഒരു കൗതുക ശില്പമാണ്. ചരിത്ര പ്രാധാന്യം യാതൊന്നും അതിനില്ല. സ്ഥാപിച്ച സ്ഥലം മതപരമായ പ്രാധാന്യമുള്ളതല്ലെന്നും സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടിയെന്നും തായ്ലൻഡും വിശദീകരിച്ചു. തായ്ലൻഡിന്റെ അതിർത്തി പ്രദേശമായ ചോങ് അൻ മായിലാണ് ശില്പം സ്ഥാപിച്ചിരുന്നത്. ഇതാണ് അതിർത്തി എന്ന കംബോഡിയയുടെ അവകാശവാദം ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് തകർത്തത്. ഒരു കലാശില്പം യുദ്ധത്തിൽ തകർക്കുന്നത് ശരിയല്ല എന്നതിനപ്പുറം ഇന്ത്യക്ക് ഇതിൽ എന്ത് വ്യാകുലതയാണ് ഉണ്ടാകേണ്ടത്? വിഷ്ണുവിന്റെ പ്രതിമ തകർത്തത് എന്തോ അനാദരമാണെന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ വിശേഷിപ്പിച്ചത്. സ്വന്തം നാട്ടിലെ പള്ളി പൊളിച്ചതിനെ നിരന്തരം നീതീകരിക്കുന്ന ഭരണകൂടമാണ് ഈ മുറവിളി ഉയർത്തുന്നത്. അതിന്റെ ആൾക്കൂട്ട പടയുടെ മുൻകൈയിൽ ഇതിനിടയിൽ കരോൾ സംഘങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. ഇത്തരം ശില്പങ്ങളോടും ചരിത്ര ചിഹ്നങ്ങളോടും അവിടെയുള്ളവരുടെ നിലപാട് എന്താണ്? അതറിയാൻ നാം നമ്മോടൊരു ചോദ്യം ചോദിച്ചാൽ മതി. ഗ്രീക്ക് ദൈവങ്ങൾ നമുക്ക് എന്താ ശരിക്ക്? കൗതുകം ജനിപ്പിക്കുന്ന കലാ സാഹിത്യ സ്മരണകൾ, സാംസ്കാരിക ചരിത്രം, തിയോളജിക്കൽ ആർക്കൈവ്സ്, മനഃശാസ്ത്ര വിശാരദന്മാർ തലങ്ങും വിലങ്ങും ഉപയോഗിച്ച് ഉപമകളുടെയും ഉൽപ്രേക്ഷകളുടെയും പരികൽപ്പനകളുടെയും ഉറവിടങ്ങൾ. അവ ഒരു കാലത്ത് ഒരു സ്ഥലത്തെ മതചിഹ്നങ്ങളായിരുന്നു. എന്നാൽ ഓർമ്മ പോലും ചരിത്രത്തിലേക്ക് മടങ്ങിപ്പോയി. ഇന്ത്യയുടെ മൃദുശക്തിയുടെ
ബ്രാക്കറ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇതൊരു നിഷ്കളങ്കമായ പരികല്പനയല്ല, പക്ഷെ പൊതുവിലുള്ള അർത്ഥത്തിൽ ഈ മൃദുശക്തി എന്ന് ഉപയോഗിക്കുന്നു, സോഫ്റ്റ് പവർ. ഉദാഹരണമായി പലപ്പോഴും പറയാറുള്ളതാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഹൈന്ദവ ബിംബങ്ങളുടെയും സ്ഥലനാമങ്ങളുടെയും കലാരൂപങ്ങളുടെയും സമൃദ്ധിയും വിപുലതയും. കംബോഡിയയിലെ അങ്കോർ വാറ്റ് കാണാൻ പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ തനതു നൃത്ത പരിപാടി ഉണ്ടെന്ന് കേട്ട് ചെന്നപ്പോൾ കണ്ടത് രാമായണം എന്ന പേരിൽ അവരുടെ എന്തോ ഒരു നൃത്തരൂപമായിരുന്നു. ബാങ്കോക്കിലെ വിമാനത്താവളത്തിന്റെ പേര് സുവർണഭൂമി എന്നാണ്. അവിടെ പാലാഴി മദനത്തിന്റെ ഒരു വലിയ ശില്പം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു കലാ കൗതുകം എന്ന നിലയ്ക്ക്, ദൈവവുമായി ബന്ധപ്പെട്ടല്ല. നിരവധി തവണ അത് കണ്ടു നിന്നിട്ടുണ്ട്, അതിന്റെ ചിത്രം എടുത്തിട്ടുണ്ട്, ആളുകൾ സെൽഫി എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കേവലമായ ഒരു കൗതുകം. അവിടുത്തെ പ്രധാന റോഡിന്റെ പേരും മുൻ രാജാവിന്റെ പേരും രാമ എന്നാണ്. അവിടുന്ന് കുറച്ചു ദൂരം പോയാൽ രാമൻ ജനിച്ച അയോധ്യ കാണാം. അയോധ്യ അല്ല കേട്ടോ, ആയുധ്യ കാണാം. പുണ്യസ്ഥലമല്ല, ഒരു വിനോദസഞ്ചാര കേന്ദ്രം. ഇന്തോനേഷ്യ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രമുഖമായ ബാലിയിലെ ബീച്ചിന്റെ പേര് പാണ്ഡവ ബീച്ച് എന്നാണ്. കുട്ടികൾ വായിക്കുന്ന കാർട്ടൂൺ കഥകൾ ഹനുമാന്റെ കഥയും കൃഷ്ണന്റെ കഥയും ഭീമന്റെ കഥയും ഒക്കെയാണ്. ഭക്തിയുടെ പേരിലല്ല, കൗതുകത്തിന്റെ പേരിൽ. ചരിത്ര സ്മരണകൾ നിലനിർത്തുന്നതിന്റെ പേരിൽ. അവരുടെ പ്രധാന വിമാന കമ്പനിയുടെ പേര് ഗരുഡ എന്നാണ്. അതെ, നമുക്കറിയാവുന്ന വിഷ്ണുവിന്റെ വാഹനം തന്നെ. മലേഷ്യയിലെ IT മേഖല അറിയപ്പെടുന്നത് സൈബർ ജയ എന്നാണ്. പുത്രജയ എന്നാണ് ഭരണകേന്ദ്രം അറിയപ്പെടുന്നത്. സിംഗപ്പൂർ ആവട്ടെ, ജയ്പൂർ, നാഗപ്പൂർ ഒക്കെ പോലെ സിംഹപ്പൂർ ആണ്. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ആ പ്രദേശങ്ങളിലുണ്ട്. അവയ്ക്കൊന്നും മതപരമായ പ്രാധാന്യം ഒന്നുമില്ല, അവരുടെ ചരിത്രത്തിന്റെ ഭാഗം. അവിടെ പലയിടങ്ങളിലും ബുദ്ധമതം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രേറ്റർ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മതപാരമ്പര്യം പുലരുന്നത് ബുദ്ധമതത്തിലൂടെയാണ്. ഇന്ന് ഹിന്ദിയിൽ ഹിന്ദുമതമായി അറിയപ്പെടുന്നത് പാരമ്പര്യത്തിലൂടെയല്ല, അപൂർവമായി അത്തരം പ്രാതിനിധ്യങ്ങൾ ഉണ്ടാവാമെങ്കിലും ഞാൻ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എന്ന നിലയ്ക്ക് കൂടി എനിക്ക് പറയാൻ കഴിയുക ഇതൊക്കെ ഇവിടുത്തെ ബ്രാഹ്മണ മതവുമായി കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് പരിഹാസ്യമാണെന്നാണ്. അതിന്റെ പേരിൽ മതവികാരമോ ദേശീയ വികാരമോ വ്രണപ്പെടേണ്ടതില്ല. അവരുടെ ചരിത്രത്തിന്റെ ഭാഗം മാത്രമാണിത്. നമുക്ക് യാതൊരു കാര്യവുമില്ല അതിൽ. എന്നാൽ നമ്മുടെ രാജ്യത്ത് അവയ്ക്ക് മതപരമായ സാങ്കത്യം കൽപ്പിക്കപ്പെടുന്നു. അവർക്ക് അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഗ്രീക്ക് ദൈവങ്ങൾ പോലെയാണ് അവർക്ക് ഹൈന്ദവ ദൈവങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന തായ്ലൻഡ് കംബോഡിയ അതിർത്തി യുദ്ധത്തിലാണ് യഥാർത്ഥത്തിൽ വ്യാകുലത ഉണ്ടാവേണ്ടത്. അത് അടുത്ത കാലത്ത് സ്ഥാപിച്ച ഒരു പ്രതിമ തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട വൈകാരിക വ്രണമല്ല, യുദ്ധവിരുദ്ധതയുടെ, സമാധാനത്തിന്റെ, അഹിംസയുടെ, ശാന്തിയുടെ വേദനയും ഉത്കണ്ഠയുമാകണം ഉണ്ടാകേണ്ടത്. ഇത് മനസ്സിലാക്കാൻ ഒരു കാര്യം ഓർത്താൽ മതി. അസഹിഷ്ണുതയുടെ പാരമ്പര്യത്തിലാണ് ക്രിസ്മസ് കരോൾ സംഘം ആക്രമിക്കപ്പെടുക. ആ അപരിചിതത്വം, അന്യവൽക്കരണം, സാന്താക്ലൂസ് എന്ന പ്രതീകത്തോടുള്ള മത ശത്രുത എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അത്ര പോലും കാലുഷ്യം ആ പ്രതിമ തകർക്കലില്ല. ഇന്ത്യയുടെ മൃദുശക്തി അസഹിഷ്ണുതയിലല്ല, സമാധാനത്തിന്റെ പക്ഷത്ത് നിന്ന് ലോകത്തെ കാണുന്നതിലാണ്. അത് ഗസയിൽ ഇസ്രായേൽ ആക്രമണമായാലും, റഷ്യ യുക്രൈൻ സംഘർഷമായാലും, തായ്ലൻഡ് കംബോഡിയ അതിർത്തി തർക്കമായാലും, മാത്രമല്ല ഇന്ത്യയുടെ മൃദുശക്തിക്കേറ്റ ഏറ്റവും വലിയ പ്രഹരം എന്താണെന്ന് കൂടി ഈ ഡിസംബർ മാസത്തിൽ നമ്മളൊന്ന് ആലോചിക്കണം. അത് ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞതായിരുന്നു. സ്വന്തം നാട്ടിൽ പള്ളി പൊളിച്ചും കരോൾ സംഘങ്ങളെ ആക്രമിച്ചും കാണിക്കുന്ന അനാദരവും മറന്നുകൊണ്ട് ഏതോ നാട്ടിൽ നടക്കുന്ന യുദ്ധത്തിൽ ഒരു പ്രതിമ പൊളിച്ചതിനെ അത് എത്ര മോശം കാര്യമായിരുന്നാൽ പോലും വേവലാതി കൊള്ളുന്നതിനെയാണ് നാം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ആ വിഷ്ണു പ്രതിമ JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്ന ദൃശ്യം കാണുമ്പോൾ നാം എന്താണ് ഓർക്കേണ്ടത്? തിരുത്താൻ അവസരമുണ്ടായിരുന്ന തെറ്റിനെ മിനാരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറി പള്ളി പൊളിച്ച ധാർഷ്ട്യത്തെ നിയമപരമായി പോലും ഒരുവിൽ നോർമലൈസ് ചെയ്ത ചരിത്ര പാതകത്തെക്കുറിച്ചാണ്. അത് ആവർത്തിക്കപ്പെടില്ല എന്ന് ഉറപ്പിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലാത്ത കളങ്കം ദ്രവിച്ചു തുടങ്ങിയ സിവിൽ സമൂഹത്തെയാണ്. ഇതാണ് TT ശ്രീകുമാർ സാറിന്റെ പോസ്റ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വായിച്ചിട്ട് ഭയങ്കര കിടുങ്ങിപ്പോയി. ഇതിലും വ്യക്തമായി ആർക്കും ഇത് വിശദീകരിക്കാൻ പറ്റില്ല അല്ലേ? എന്തൊരു വ്യക്തതയാണ്, എന്തൊരു സംഘികളുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്ന ഒരു കുറിപ്പാണിത്. എന്നാൽ ഈ മഹാവിഷ്ണുവിന്റെ പുരാതന വിഗ്രഹം തായ്ലൻഡ് പട്ടാളക്കാർ തകർത്തു എന്ന രീതിയിലാണ് ട്വിറ്ററിൽ സംഘി ഗ്രൂപ്പുകൾ ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഇന്ത്യക്കാരുടെ പ്രധാന ടൂറിസം കേന്ദ്രമായി മാറിയ തായ്ലൻഡിലെ ബഹിഷ്കരിക്കാൻ വേണ്ടി പൊട്ട സംഖ്യകളൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും തായ്ലൻഡിലേക്ക് പോകരുത് എന്നുള്ള നിലവിളി നടക്കുന്നുണ്ട്. തുടർന്നാണ് ഇന്ത്യ തന്നെ അസാധാരണമായിട്ട് ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെടുന്നത്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ സംഭവമാണ് ഇത്തരം സംഭവം, ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ്
അദ്ദേഹം പറഞ്ഞത് തായ് കംബോഡിയ അതിർത്തിയിൽ അടുത്തിടെ നിർമ്മിച്ച ഹൈന്ദവ പ്രതിമ തകർത്ത റിപ്പോർട്ടുകൾ കണ്ടു. നമ്മുടെ പൊതു സാംസ്കാരിക മണ്ഡലത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമായതിനാൽ ഈ മേഖലയിലെ ജനങ്ങൾ പവിത്രമായി കരുതുന്ന ഹൈന്ദവ ബുദ്ധ ദൈവങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം എന്തായാലും ഇത്തരം അനാദരവുകൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നു. ഇത് സംഭവിക്കാൻ പാടില്ല. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും കൂടുതൽ ജീവഹാനി നാശനഷ്ടം ഒഴിവാക്കുന്നതിന് ഇരുപക്ഷങ്ങളും ഉടൻ നയതന്ത്ര പരിഹാരം കാണണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. ഏച്ചാതി കോമഡി, എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ എന്തൊരു കോമഡി അല്ലേ? ഇതിന് പിന്നാലെ തന്നെ തായ്ലൻഡ് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഇതൊരു മതത്തെ അവഹേളിക്കലല്ല, സുരക്ഷാ കാരണങ്ങളാണ്, ഇത് ദൈവ വിഗ്രഹമല്ല, അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കംബോഡിയ സ്ഥാപിച്ച ഒരു അലങ്കാര വസ്തു മാത്രം. അലങ്കാര വസ്തു, അതാണ് അതിന്റെ അർത്ഥം. കംബോഡിയയിലെ ഒരു സൈനിക യൂണിറ്റിന്റെ ചിഹ്നമാണത്ര ഈ രൂപം. അത് വിഷ്ണുവാണെന്ന് നമുക്ക് തോന്നുന്നു. അത് പുരാതന വിഗ്രഹമല്ല. 11 വർഷം മുമ്പ് അതിർത്തിയിൽ തർക്കം നിലനിൽക്കുന്ന സ്ഥലത്ത് കംബോഡിയ സ്ഥാപിച്ച്. ഇത് മതചിഹ്നമേ അല്ല, ദേവാലയമല്ല, പ്രതിമ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ അവരുടെ അതിർത്തി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നിയമം ലംഘിച്ച് സ്ഥാപിച്ച പ്രതിമ പൊളിച്ചു മാറ്റിയതാണെന്നാണ് തായ്ലൻഡിന്റെ വിശദീകരണം. എനിക്കത് ഭയങ്കര കൺവിൻസിംഗ് ആയി തോന്നുന്നു. ഞങ്ങളെല്ലാ മതത്തെയൊക്കെ ബഹുമാനിക്കുന്നു. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് വരെ തായ് പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ പ്രതിമ സ്ഥാപിച്ച് തങ്ങളുടെ അതിർത്തിയിലാണെന്നും തായ്ലൻഡ് ഇത് പൊളിച്ചു മാറ്റാൻ പാടില്ലെന്നും കംബോഡിയ പറഞ്ഞു. ഇത് ശരിക്കും കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള പ്രശ്നം. നമുക്കോ നമ്മളെ വിഷ്ണുവിനോ ഹിന്ദുക്കൾക്കോ സംഘികൾക്കോ ഒന്നും ഇതിൽ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഇവർ തമ്മിലുള്ള ഈ തർക്കം ഉണ്ടല്ലോ, കംബോഡിയ തായ്ലൻഡ്, അതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട പ്രീ വിഹിയർ ക്ഷേത്രത്തെ ചൊല്ലിയാണ് പ്രധാന തർക്കം ഇവർ തമ്മിൽ നടക്കുന്നത്. ഇന്നത്തെ കംബോഡിയയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം പിന്നീട് തായ്ലൻഡിലെ അയുത്തായ രാജവംശം പിടിച്ചെടുത്തു. കംബോഡിയ അടക്കി ഭരിച്ചിരുന്ന ഫ്രഞ്ചുകാർ അവിടം വിട്ടു പോകുമ്പോൾ ചെയ്ത ഒരു കുരുത്തക്കേടാണ് കീറാമുട്ടിയായി ഇപ്പോഴും കിടക്കുന്നത്. 1904 ഫ്രഞ്ചുകാരും തായ്ലൻഡുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ഭൂപടമാണ് ഈ പ്രശ്നത്തിന്റെ ഒരു അടിസ്ഥാന കാരണം. പ്രകൃതിദത്ത അതിർത്തിയായ പർവ്വതനിരയുടെ ഉച്ചിയിലൂടെ അതിർത്തി ആദ്യം നിശ്ചയിച്ചു. ഫ്രഞ്ചുകാർ ഭൂപടം ഉണ്ടാക്കുമ്പോൾ പ്രീ വിഹിയർ ക്ഷേത്രം കംബോഡിയയുടെ ഭാഗമായി അടയാളപ്പെടുത്തി. പിന്നീട് ഇത് വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു. 1954 ഫ്രഞ്ച് സൈന്യം കംബോഡിയ വിട്ടതിന് പിന്നാലെ തായ്ലൻഡ് ഈ ക്ഷേത്രം പിടിച്ചെടുത്തു. കംബോഡിയ ഇതിനെതിരെ ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചു. 1962 കോടതി ക്ഷേത്രം കംബോഡിയയുടേതാണെന്ന് വിധിച്ചു. തായ്ലൻഡ് മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ചെങ്കിലും ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കടവാടവും ചുറ്റുമുള്ള 4.6 ചതുരശ്ര കിലോമീറ്റർ ക്ഷേത്രവും തങ്ങളുടേതാണെന്ന് വീണ്ടും അവകാശപ്പെട്ടു. 2008 യുനെസ്കോ ക്ഷേത്രത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചതോടെ തർക്കം വീണ്ടും ഭയങ്കര രൂക്ഷമായി. ആ വർഷം ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ചു. ചെറിയ തോതിലുള്ള വെടിവെപ്പുകൾ നടന്നു. 3 വർഷത്തിന് ശേഷം 2011 ഫെബ്രുവരിയിൽ അതിർത്തിയിൽ വീണ്ടും വലിയ യുദ്ധം നടന്നു. സൈനികർ ധാരാളം 2 ഭാഗത്തും കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ജൂലൈയിൽ വീണ്ടും സംഘർഷം, ഏറ്റുമുട്ടൽ, യുദ്ധം തുടങ്ങി. അന്ന് അമേരിക്കൻ ഇടപെടലുകളെ തുടർന്ന് ചെറിയൊരു വെടിനിർത്തലുണ്ടായി. എന്നാൽ സമാധാനം നീണ്ടു നിന്നിരുന്നില്ല. ഇക്കഴിഞ്ഞ 7-ാം തീയതി ഈ ഡിസംബറിൽ വീണ്ടും ഏറ്റുമുട്ടൽ, അത് യുദ്ധമായി. സൈനികരടക്കം 44 പേർ കൊല്ലപ്പെട്ടു. 5 ലക്ഷം പേർക്ക് വീട് നഷ്ടമായി. നിലവിൽ അമേരിക്കയുടെയും റഷ്യയുടെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഈ സംഭവങ്ങൾക്കിടയിലാണ് തർക്ക പ്രദേശത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അതിർത്തിയാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ച ഒരു അലങ്കാര പ്രതിമ തകർത്തത്. ആലോചിച്ച് നോക്കിയ ചിരി വരുന്നില്ല കേട്ട്. ഇത്രയേ ഉള്ളൂ. ഓരോ കലാപം ഉണ്ടാക്കാൻ നോക്കുക, വികാരം വ്രണപ്പെടുക, തേങ്ങാക്കൊല, അല്ല എന്ത് പറയാ.